بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد. ബുർദ അർത്ഥവും വ്യാഖ്യാനവും പാർട്ട് 40 ഒമ്പതാമത്തെ ഫസ്ല് ഫി തവസ്സുലി ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നതിലുള്ള ഫസ്ലാണ്. ഖദംതുഹു ബിമദീഹിൻ അസ്തഖീലു ബിഹി ذنوب عمر مضى في الشعر والخدم إذ قلداني ما تخشى عواقبه كأنني بهما هدي من النعم قطعت غي الصبا في الحالتين وما حصلت إلا على الآثام والندم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم خدمته بمديح أستقيل به ذنوب عمر مضى في الشعر والخدم. അവിടുത്തെ പ്രകീർത്തനങ്ങൾ മദ്ഹുകൾ പാടി ഈയുള്ളവൻ സേവനം ചെയ്യുന്നത് കാവ്യരചനയിലും, അതായത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത മറ്റുള്ള ആളുകളിലേക്ക് അടുപ്പം കിട്ടാൻ വേണ്ടി അവരുടെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ടുള്ള കാവ്യരചന, ആ കാവ്യരചനയിലും, അതുപോലെ അക്കാലത്തെ രാജാവിന് സേവനം ചെയ്യുന്നതിലും ഭൗതിക ജോലിയിലുമായി കഴിഞ്ഞുപോയ എന്റെ ജീവിതകാലത്തെ പാപങ്ങൾ മായിച്ചു കളയലിനെ ഞാൻ തേടുന്നതിന് വേണ്ടിയാണ്. റസൂലുള്ളാഹിന്റെ ഈ മദ്ഹുകൾ പാടുമ്പോ ആ സമയത്ത് സംഭവിച്ചു പോയ തെറ്റുകളെല്ലാം പൊറുക്കപ്പെടണം, നീക്കം ചെയ്യപ്പെടണം എന്നാണ് ഇതുകൊണ്ട് ഞാൻ തേടുന്നത്. ഖദംതുഹു എന്നുള്ളത് ഫഇല്, വമീർ ഫാഇലാണ്, ഹു മഫ്ഊലാണ്. ബിമദീഹിൻ എന്നുള്ളത് ജാറു മജ്റൂർ മുതഅല്ലഖ് ഖദംതു. അസ്തഖീലു എന്നുള്ളത് ഫഇല്, വമീർ ഫാഇല്. ഇസ്തഖാല യസ്തഖീലു എന്നുള്ളതിന്റെ വഹദ മുതകല്ലിമാണ് അസ്തഖീലു. ബിഹി എന്നുള്ളത് ജാറു മജ്റൂറാണ്, മുതഅല്ലഖ് അസ്തഖീലു ആണ്. ആ ബിഹിന്റെ വമീർ മടങ്ങുന്നത് മദീഹ് കൊള്ളയാണ്. ദുനൂബ എന്നുള്ളത് മഫ്ഊല്, മുളാഫ്. ഉംരിൻ എന്നുള്ളത് മുളാഫൻ ഇലൈഹിയാണ്. മളാ ഫഇല്, വമീർ ഫാഇല്. ആ വമീർ മടങ്ങുന്നത് ഉംറു കൊള്ളയാണ്. ഫഇലും ഫാഇലും കൂടിയ ജുംല അത് ഈ ഉംറിന് സിഫത്തും ആണ്. ഫിശ്ശഇരി ജാറു മജ്റൂർ മുതഅല്ലഖ് മളാ. വൽ ഖിദമി, ഖിദം എന്നുള്ളത് ഖാഇന് കസ്ർ കൊണ്ടാണ്. വാവ് ആതിഫ്. ഖിദം എന്നുള്ളത് മഅതൂഫ്, മഅതൂഫുൻ അലൈഹി അശ്ശിഅർ. ഖദംതുഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മദഹ്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ വജ്ഹി ഖിദ്മത്തിൽ അദ്നാലിൽ അഅല. ഉന്നതനായ ഒരാൾക്ക് വളരെ താഴ്ന്ന നിലക്കുള്ള ഒരു ഖിദ്മത്ത് ചെയ്യുക എന്ന നിലക്കുള്ള ഒരു മദ്ഹ് പറയല്. ബിമദ്ഹിൻ നമായി ബിശ്ശഇരിൻ മുഖയ്യദിൻ ലിസനാഇൽ കാമിലി ഹസ്ബ മാ യുംകിനുനി.
എന്നെ കൊണ്ട് സാധ്യമാകുന്ന വിധം ഒരു പൂർണ്ണമായ പുകഴ്ത്തിപ്പറയലിനെ ആ പുകഴ്ത്തിപ്പറയുന്ന വിധത്തിലുള്ള ഒരു കാവ്യരചന കൊണ്ട്, പുകഴ്ത്തിപ്പറയൽ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ മദ്ഹ് ചെയ്യുന്നു, പുകഴ്ത്തിപ്പറയുന്നു. അസ്തഖീലു ബിഹി ഐ അത്ലുബു മിനല്ലാഹി അൻ യഖീലനി ബിഹി ഐ മിൻ അജ്ലി ദാലിക്കൽ മദ്ഹ്. ഈ മദ്ഹ് പറയൽ കാരണമായി അല്ലാഹു തആലയിൽ നിന്ന് ഞാൻ തേടുന്നത്, അതുകൊണ്ട് അവൻ നീക്കം ചെയ്യലിനെയാണ്. ദുനൂബ ഉംരിൻ ഐ ഹുവ മുദ്ദത്തു ഇമാറത്തിൽ ബദനി ബിൽ ഹയാത്തി, അവന്റെ ശരീരത്തെ ജീവിതം കൊണ്ട് അവൻ പരിപാലിച്ച കാലയളവുണ്ട്, ആ കാലയളവിലുള്ള ദോഷങ്ങൾ. മളാ ഐ ദഹബ ദാലിക്കൽ ഉംറു ബിലാ ഫായിദത്തിൻ, ആ കാലയളവ് ആയുസ് പോയിട്ടുണ്ട്, ബിലാ ഫായിദത്തിൻ, യാതൊരു നേട്ടവും കൂടാതെ. ബൽ ബി ഖസാറത്തി ദുനൂബി, പിന്നെ എങ്ങനെയാണ്? തെറ്റുകളുടെ പരാജയം കൊണ്ടാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. ഹൈസു സുരിഫ, ആ കാലയളവിനെ തിരിക്കപ്പെട്ടു. ഫിശ്ശിരി ബി അബ്നാഇ ദുനിയാ ബി മദ്ഹിൻ വഗൈരിഹി, മദ്ഹ് പറഞ്ഞും അല്ലാത്തത് കൊണ്ടും ദുനിയാവിലെ ആളുകൾക്ക് വേണ്ടി കാവ്യം രചിക്കുന്നതിലായിട്ടാണ് കഴിഞ്ഞു പോയത്. അതുപോലെ തന്നെ വൽ ഖിദമി ലഹും, ആ ആളുകൾക്ക് സേവനം ചെയ്യുന്നതിലുമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. ഖദംതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമാ തഖദ്ദമ മിനൽ മദ്ഹി, മുമ്പ് പറഞ്ഞ, ഇതുവരെ പറഞ്ഞ മദ്ഹ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാൻ സേവനം ചെയ്തത്. അത്ലുബു മിനല്ലാഹി അൻ യഖീലനി ബിസബബി ഹാദൽ മദ്ഹി, അല്ലാഹു തആലയിൽ നിന്ന് ഈ മദ്ഹുകൾ കാരണമായി നീക്കം ചെയ്യലിനെ ഞാൻ തേടുന്നു. ദുനൂബ ഉംരിൻ മളാ ഫിശ്ശിരി മദ്ഹൻ ലി അബ്നാഇ ദുനിയ, ദുനിയാവിലെ ആളുകൾക്ക് വേണ്ടി മദ്ഹ് പറയുന്നതിലായിട്ട്, മദ്ഹിന് വേണ്ടി കാവ്യം രചിച്ചതിലായിട്ട് കഴിഞ്ഞു പോയ കാലയളവിലെ ആയുസ്സിലെ ദോഷങ്ങൾ നീക്കം ചെയ്യലിനെയാണ് ഞാൻ തേടുന്നത്. അതുപോലെ തന്നെ വൽ ഖിദമി ബി കസ്രിൽ ഖാഇൽ മുഅ്ജമതി വ ഫതഹി ദാലിൽ മുഹല്ലമതി ജംഉ ഖിദ്മത്താണ്. ഫൽ മുറാദു ബി മദീഹി മാ തഖദ്ദമ മിനൽ മദ്ഹി, മദ്ഹ് കൊണ്ട് ഇവിടെ ഉദ്ദേശം മുമ്പ് കഴിഞ്ഞു പോയ മദ്ഹുകൾ. വസീനു വത്താവുലി തലബി, അസ്തഖീലു എന്നോടത്തെ സീനും താവും തലബിനുള്ളതാണ്, ഞാൻ തേടുന്നു എന്നാണല്ലോ അവിടെ അർത്ഥം. അപ്പോ ഇങ്ങനെ ആവശ്യമില്ലാത്ത കവിതകളിലായി കഴിഞ്ഞു പോയ ആ ജീവിതത്തിലെ തെറ്റുകൾ നീക്കം ചെയ്യണം, പൊറുക്കപ്പെടണം എന്നതാണ് അള്ളാഹുവിൽ നിന്ന് ഞാൻ തേടുന്നത്. വഖദ് ദക്കറൽ ഫുഖഹാഉ അന്നൽ ഇസ്തിഗാല ബിശ്ശിഅരി അലാ അഖ്സാമി, ഫുഖഹാ പറയുന്നു, ഈ കവിത കൊണ്ട് ജോലിയാകൽ അത് വിവിധ ഇനങ്ങളാണ്. ഒന്ന് മംദൂഹാണ്, മറ്റൊന്ന് മദ്മൂമാണ്, മറ്റൊന്ന് മുബാഹാണ്. ഫൽ മംദൂഹു, ഈ ഷിഅർ, മംദൂഹായ ഷിഅർ എന്ന് പറയുന്നത് മാകാന ബാഇസൻ അലൽ ഖൈരി, ഖൈറിന്റെ മേൽ പ്രേരകമായ കവിത. വമുറഖിബൻ ഫിൽ ഫളായിലി, ശ്രേഷ്ഠതകളിൽ ആഗ്രഹം ജനിപ്പിക്കുന്ന കവിതകൾ. വമുറഖിമൻ ലിൽ കഫറത്തി വൽ ഫസഖത്തി, പ്രൗഢികളെയും സത്യനിഷേധികളെയും നിന്ദിക്കുകയും നിസ്സാരമാക്കുകയും ചെയ്യുന്ന കവിതകൾ. അൽ അറാദിലി, നിന്ദ്യന്മാരായ ഫാസിഖീങ്ങളെ, റൗഡികളെ. വലിദാകാന സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു യസ്മഉ അശ്ആറ സഹാബത്തി, സഹാബത്തിന്റെ പദ്യങ്ങളെ കേൾക്കുമായിരുന്നു. കഹസാനിൻ വഗൈരിഹി, സഹാബത്തിലുള്ള കവികളാണ് ഹസാൻ എന്നവരും ഹസാൻ അല്ലാത്ത മറ്റു പലവരുണ്ട്.
കഅബ് ബിൻ സുഹൈറുൽ അസ്ലമി ഉണ്ട്, അങ്ങനെ പലവരുമുണ്ട്. വസമിഅ അയ്ളൻ ഖസീദത കഅബ് ബിൻ സുഹൈറിൻ അല്ലത്തി മത്ലഉഹ ബാനത്ത് സുആദു ഫഖൽബി യൗമ മത്ബൂലു എന്ന് തുടങ്ങുന്ന ബാനത്ത് സുആദയുടെ രചയിതാവായ കഅബ് ബിൻ സുഹൈർ തങ്ങൾ ഖസീദ ചൊല്ലിയപ്പോ റസൂലുള്ളാഹി അത് കേൾക്കുകയും وأجازه عليها ببردته التي بيعت بعد موته من معاوضة ب10,000 دينار بعد أن طلبها منهم في حياته ب10,000 درهم. റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഒരു ബുർദ, ഒരു ശരീരത്തിലിടുന്ന ഒരു കരിമ്പടം ബഹുമാനപ്പെട്ടവർക്ക് സമ്മാനമായി നൽകി. റസൂൽ ഈ ഹസ്സാൻ എന്നവര് വഫാത്തായ ശേഷം 10,000 ദീനാറ് പകരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ആ 10,000 ദീനാറിന് പകരമായി അതിനെ വിൽക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അത് 10,000 ദിർഹമിന് ചോദിച്ചിരുന്നു. അദ്ദേഹം അത് വിറ്റില്ല. വഖാല, അദ്ദേഹം അപ്പൊ പറഞ്ഞത്, മാ കുന്തു ലഊസിറു ബിസൗബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി നൽകിയ ഒരു വസ്ത്രത്തിന് പകരം ഞാൻ മറ്റൊന്നിനെയും തെരഞ്ഞെടുക്കുകയില്ല എന്നാണ്. അപ്പോ ആ നിലക്ക് റസൂലുള്ളാഹി കേട്ടിരുന്നു ഈ നല്ല കാര്യങ്ങളുടെ മേൽ പ്രേരകമായ കവിതകളെ ശ്രേഷ്ഠതകളിലേക്ക് പ്രേരിപ്പിക്കുന്ന, നിഷേധികളെയും താഴ്ന്ന വിധത്തിലുള്ള റൗഡികളെയും നിന്ദിക്കുകയും നിസാരമാക്കുകയും ചെയ്യുന്ന കവിതകൾ ചൊല്ലുന്നതും റസൂലുള്ളാഹി കേട്ടിരുന്നു. വഹാദൽ ഖിസ്മു, ഈ മംദൂഹ് യൻഖസിമു ഇലാ വാജിബിൻ വ മന്ദൂബിൻ, അത് വാജിബ് മന്ദൂബ് എന്നിങ്ങനെ 2 ഹുക്മിലേക്ക് ഓഹരിയാവും. അപ്പോ മംദൂഹ് എന്ന് പറഞ്ഞാല് ഈ ഷെയറിൽ നിന്ന് സ്തുതിക്കപ്പെടുന്ന ഷെയറുകൾ, അത് ചിലപ്പോ വാജിബായിട്ട് വരാം, ചിലപ്പോ സുന്നത്തായിട്ട് വരാം. രണ്ടാമത്തെ ഇനം മദ്മൂമുൻ, ഈ ഷെയർ മദ്മൂമ. മദ്മൂമ് എന്ന് പറഞ്ഞാൽ ഫമാ തറത്തബ അലൈഹി മഫ്സദത്തുൻ ദീനിയത്തുൻ ഔ ദുന്യവിയത്തുൻ, ദീനിയോ ദുന്യവിയോ ആയ നാശങ്ങൾ തുടർന്നു വരുന്ന കവിതകൾ. ഏതുപോലെയൊക്കെ മദ്ഹി അബ്നാ ദുന്യ, ദുന്യാവിന്റെ മക്കളെ മദ്ഹ് ചെയ്യുക, ദുന്യാവിലുള്ള വലിയ വലിയ ആൾക്കാരെ. ലിഖസ്തി ഇസ്തിജ്ലാബി മാ ഫി ഐദീഹി മിനൽ ഹുതാമിൽ ഫാനി, അവരുടെ കൈവശത്തിലുള്ള ഈ ഭൗതികമായ ചില താല്പര്യങ്ങൾ തന്നിലേക്ക് വലിച്ചടിപ്പിക്കണം എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട്, സമ്പത്തും സമ്മാനങ്ങളും. വത്തഖറുബി ഇലൈഹിം വസ്തിമാലത്തി ഖുലൂബിഹിം, അവരിലേക്ക് അടുപ്പം ലഭിക്കണം, അവരുടെ ഹൃദയങ്ങൾ ഇവനിലേക്ക് ചായണം എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്, വനുഫൂദിൽ കലിമത്തി ഇൻദഹും, അവരടുക്കൽ ഇവന്റെ ചില വാക്കുകൾ നടപ്പിലാവണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട്, മഅൽ മുബാലഗത്തി ഫി ഔസാഫിഹിം ബിമാ യഖൂദു ഇലൽ കദിബി, അവരെ വർണ്ണിക്കുന്നതില് വളരെ അമിതത്വം കാണിക്കുക, ചിലപ്പോൾ അത് കളവിലേക്ക് കൂട്ടും, കളവ് വരെ ആ മദ്ഹുകളിൽ ഉണ്ടാവും. ഫയജുറുൽ ബാത്തിലി, ബാത്തിലിലേക്ക് വലിച്ചു കൂട്ടും. അത് ചിലപ്പോ നിശ്ചിത പെണ്ണുങ്ങളെ സംബന്ധിച്ചോ അതുപോലെ മറ്റുള്ള ഈ വികാരം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ആളുകളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇങ്ങനെയുള്ള മദ്ഹിനെ സംബന്ധിച്ച് അലൈഹി ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറാബ ഫി വുജൂഹിൽ മദ്ദാഹീൻ, വല്ലാതെ മദ്ഹ് പറയുന്ന, പുകഴ്ത്തി പറയുന്നവരുടെ മുഖത്തിലേക്ക് നിങ്ങൾ മണ്ണ് വാരിയിടുവീൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് ഇത്തരത്തിലുള്ള മദ്ഹുകൾ പറയുന്ന ആളുകളെ സംബന്ധിച്ചാണ് എന്ന് ഇമാമുകൾ വ്യക്തമാക്കുന്നുണ്ട്.
വഹാദാ യൻഖസിമു ഇലാ ഹറാമിൻ വ മക്റൂഹിൻ. ഇങ്ങനെയുള്ള മദ്ഹുകൾ, ഈ മദ്മൂമായ മദ്ഹ് ഹറാമിലേക്ക് ഓഹരിയാകും, മക്റൂഹിലേക്കും. അത് രണ്ട് വിധം വരും. അപ്പോ മൊത്തത്തിൽ 4 ആയി. വൽ മുബാഹു, മറ്റൊന്ന് മുബാഹായ ഷെയറാണ്. മാ ലാ യതഅല്ലഖു ബിഹി മസ്ലഹത്തുൻ ഉഖ്റവിയ്യ, ആ കവിതയോട് പാരത്രികമായ നേട്ടങ്ങളൊന്നും ബന്ധിക്കാത്ത ചില കവിതകൾ. എന്നാ വലാ യതറത്തബു അലൈഹി മഫ്സദത്തുൻ ദീനിയത്തുൻ, ദീനിയായ നാശങ്ങളും അതിന്റെ മേൽ തുടർന്നു വരുന്നില്ല. കമദ്ഹിൽ മിയാഹി, വള്ളങ്ങളെ സംബന്ധിച്ച് പോഴ്ത്തി പറയാ, വല്ല അശ്ശാരി, മരങ്ങളെ സംബന്ധിച്ച്, വല്ല മാക്കിനി, ചില പ്രദേശങ്ങളെ സംബന്ധിച്ച്, വല്ല അഴസാരി, ചില കാലങ്ങളെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ പോഴ്ത്തി പറയാ. അതുകൊണ്ടൊന്നും കോട്ടങ്ങളൊന്നുമില്ല, ഉഖ്റവിയായ നേട്ടമില്ല, അത് മുബാഹാണ്. ഇപ്പൊ വഹറ അന്ന ഷെയറ തഅ്തരീഹിൽ അഹ്കാമുൽ ഖംസത്തു. ഇപ്പൊ നമുക്ക് വ്യക്തമായത് എന്താണ്? കവിത എന്നതിനോട് 5 ഹുക്കുമും അതിന് പുതുതായി വരും. കവിതയുടെ നിലയനുസരിച്ചു കൊണ്ടാണ് അത് വാജിബാണോ, മന്ദൂബാണോ, ഹറാമാണോ, മക്രൂഹാണോ, മുബാഹാണോ എന്നൊക്കെ തീരുമാനിക്കൽ. അൽ ഉംദ ഫി ശറഹിൽ ബുർദ, അതിന്റെ 624-ാമത്തെ പേജിൽ ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ഖല്ലദാനിയമാ തുഖ്ശാ അവാഖിബുഹു കഅന്നനി ബിഹിമാ ഹദിയും മിനൻ നഅമി. അന്ത്യം ഭയപ്പെടേണ്ട ആ 2 കാര്യങ്ങളും, ദുനിയാവിലെ ആളുകളെ സംബന്ധിച്ചുള്ള കവിതയും അതുപോലെ തന്നെ ദുനിയാവിലുള്ള പ്രമുഖരായ ആളുകൾക്ക് വേണ്ടിയുള്ള രാജസേവയും, ഈ 2 കാര്യങ്ങളും എനിക്ക് കഴുത്തിൽ ആഭരണമണിയിച്ചു തന്നു. കഅന്നനി ബിഹിമാ ഹദിയും മിനൻ നഅമി, അതു കാരണം ഹറമിലേക്കുള്ള ബലിമൃഗത്തെ പോലെയാണ് ഞാനിപ്പോൾ മാറിയിരിക്കുന്നത്. ആ ബലിമൃഗത്തെ പോലെയായി ഞാനിപ്പോൾ മാറിയിരിക്കുകയാണ്. ഇത് എന്നുള്ളത് ലർഫിയത്തുൻ തഅലീലിയത്തുൻ, കാരണം എന്ന ഒരു എല്ലത്തിന്റെ ഇതാണ്. ഖല്ലദാനി എന്നുള്ളത് ഫീല്, ളമീർ, ഫായില്, നീ നൂൻ വിഖായ, യാ മുതകല്ലിം മഫ്ഊൽ, അത് മഫ്ഊലാണ്. ഖല്ലദാനി, ഖല്ലദ എന്നുള്ളത് ഫീല്, ളമീർ, ഫായിലാണ്. ഈ കവിതയും അതുപോലെ തന്നെ ഈ ഖിദ്മത്തും എന്നർത്ഥം. അത് രണ്ടും എനിക്ക് ആഭരണമണിയിച്ചിരിക്കുന്നു എന്റെ കഴുത്തിൽ. മാ 2-ാം മഫ്ഊൽ, ഐ അംറൻ എന്നർത്ഥം, ഒരു കാര്യത്തെ. തുഖ്ശാ അവാഖിബുഹു, തുഖ്ശാ ഫീല് ലം യുസമ്മ ഫായില്, അവാഖിബു എന്നുള്ളത് നായിബ് ഫായില്, ഹു മുളാഫുൻ ഇലൈഹി, ജുംല ഈ മാക്ക് സിഫത്ത്. കഅന്നനി കാഫ് തശ്ബീഹാണ്. നീ നൂൻ വിഖായ, യാ മുതകല്ലിം കഅന്നന്റെ ഇസ്മാണ്. ബിഹിമാ ജാറു മജ്റൂർ, ജാറു മജ്റൂർ ഹാലാണ് കഅന്നന്റെ ഇസ്മിൽ നിന്ന്. സ്വാഹിബാല് കഅന്നന്റെ ഇസ്മാണ്, ഞാൻ തന്നെ, അത് 2 കൊണ്ടും. ഹദിയുൻ, ഹദിയ പോലെയാണ്. ബിഫത്ഹിൽ ഹായി വസുകൂനി ദാലി, ഖബറു കഅന്ന, കഅന്നന്റെ ഖബറാണ്. മിനൻ നഅമി, നൂനിനും ഐനിനും ഫത്ഹ് കൊണ്ട്. എങ്ങനത്തെ പിന്നെ നഅ്തു ഹദിയൻ, ഹദിയക്ക് സിഫത്ത.
ആടുമാട് ഒട്ടകങ്ങളിൽ നിന്ന് ഹറമിലേക്കുള്ള ഹദിയ പോലെയായി ഞാൻ മാറിയിട്ടുണ്ട്. ഖല്ലദാനി അയശ്ശിഉറു വൽ ഖദമു ലി അബ്നാഇ ദുനിയ. ഈ കവിതയും ദുനിയാവിലെ ആളുകൾക്ക് വേണ്ടിയുള്ള സേവനവും. ഖല്ലദ എന്നുള്ളത് തഖ്ലീദിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. തഖ്ലീദ് എന്ന് പറഞ്ഞാൽ ഇൽത്തിസാമു ശൈഇ വജഅലുഹു ഫിൽ ഉനുഖി ഹിസ്സൻ ഔ മഅന. ഹിസ്സൻ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് കാണുന്ന വിധത്തിലോ അതല്ലെങ്കിൽ കാണാത്ത വിധത്തിൽ മാനവിയായ നിലക്കോ ഉനുഖിൽ ഒരു വസ്തുവിനെ ആക്കുക. ഖല്ലദ എന്നുള്ളത് തളഈഫ് കൊണ്ട് ഫഅല വസ്നിന് യതഅദ്ദാ ഇലാ മഫ്ഊലൈനി, രണ്ട് മഫ്ഊലിലേക്ക് വിട്ടുകടക്കുന്നുണ്ട്. ഇവിടെ ആ രണ്ട് മഫ്ഊലിൽ നിന്ന് അവ്വലുഹുമ ഒന്നാമത്തേത് ളമീറുൽ മുത്തക്കല്ലിമി, നിയ എന്ന് പറയുന്ന മുത്തക്കല്ലിമിന്റെ ളമീറാണ്. വസാനിഹിമ രണ്ടാം മഫ്ഊല് മാ തുഖ്ഷ, മാ എന്നുള്ളതാണ്. ഐ ശൈഅൻ തുഖാഫു, ഒന്നിനെ, ഒരു വസ്തുവിനെ. തുഖാഫു ആ അവാഖിബുഹു അതിന്റെ അന്ത്യം പേടിക്കപ്പെടേണ്ടതാണ്. മിനൽ ആസാമി വൽ ഔസാരി, അതെന്താണ്? കുറ്റങ്ങളും തെറ്റുകളും ആണ് അതിന്റെ അന്ത്യം. ആഖിബത്തിന്റെ ജമ്മാണ് അവാഖിബ്. വഹിയ മആലു ശൈഇ വ മർജിഉഹു, ഒരു വസ്തുവിന്റെ മടക്കം, അതാണ് ആഖിബത്ത് എന്ന് പറഞ്ഞാല്. വഹിയലിൽ ഖൈരി ഇൻദൽ ഇത്ലാഖ്, പൊതുവെ ആഖിബത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഒരു അന്ത്യം, മടക്കം നല്ലതാവുക, അന്ത്യം നല്ലതാവുക എന്ന അർത്ഥത്തിലാണ് പറയല്. ഇവിടെ അതല്ല. ഇവിടെ കുറ്റങ്ങളും തെറ്റുകളുമായിട്ടുള്ള അന്ത്യത്തെ പേടിക്കപ്പെടേണ്ട ഒരു കാര്യത്തിനെയാണ് എൻ്റെ കഴുത്തിൽ ആഭരണമായിട്ട് അത് രണ്ടും അണിയിച്ചിട്ടുള്ളത്. അപ്പോ വലാ തുസ്തഅമലു ഫി ശർരി ഇല്ലാ ബി ഖൈദിൻ യുഫീദു ദാലിക, ഷർറില് ഇതിനെ ഉപയോഗിക്കപ്പെടുമ്പോൾ ആ ഷർറിനെ ഫായിദ വെപ്പിക്കുന്ന ഒരു ഉപാധി വേണം എന്നുള്ളതാണ്. കഅന്നനി ബിഹിമ ഐ മിൻ അജലി ശിഅരി വൽ ഖദമിൽ മദ്കൂറൈനി, മേൽ പറയപ്പെട്ട ആ സേവനം അതുപോലെ തന്നെ പദ്യം, കവിത, ഇവ കാരണമായിട്ട് ഞാൻ ഹദിയും, ഞാനൊരു ഹദിയ പോലെയാണ്. വഹുവ ഹദിയ എന്ന് പറയുന്നത് മുഖ്തസുൻ ഉർഫൻ ബിമാ യുഹ്ദാ ഇലൽ ബൈത്തുൽ ഹറം, ബൈത്തുൽ ഹറാമിലേക്ക് ഹദിയയായി നൽകപ്പെടുന്ന ഒന്നുകൊണ്ട് പ്രത്യേകമായതാണ് ഉർഫനുസരിച്ച്. ആ ഹദിയ എന്തിനാൽ? മിനൻ നഅമി, എന്തിൽപ്പെട്ട? അൽ ഇബിലി വൽ ബഖരി വൽ ഗനമി, ഗനമിനാലും ബഖറിനാലും ഇബിലിനാലും ഒട്ടകത്തിനാലും. ബയാനുൽ ഹദിയാണ് മിനൻ നഅമി എന്നുള്ളത്. ഇവിടെ ശബഹിന്റെ വജ്ഹ് ഖുർബുൽ ഹലാക്കി വ ഹഖാറത്തുൽ മുഖല്ലദി ബിഹി, നാശം അടുത്താണല്ലോ. ഇതിനെ ഹദിയയാകുമ്പോൾ ഹറമിൽ കൊണ്ടുപോയി അറക്കും. അതുപോലെ തന്നെ ഇതുകൊണ്ട് കഴുത്തിൽ ആഭരണം അണിയിക്കപ്പെട്ടത് നിസ്സാരമായ ഒരു കാര്യമാണ്, നിന്ദ്യതമായ കാര്യമാണ് എന്നൊക്കെ ഇവിടെ ഈ തശ്ബീഹ് കൊണ്ടുവരുന്നു. അപ്പോ നാദിമ് മുഖല്ലദും ബിമാ യതറത്തബു അലാ ശിഅരിഹി വ ഖിദ്മത്തിഹി ലി അബ്നാഇ ദുനിയ മിനൽ കദിബി വൽ ബാത്തിലി വ തഅദീമി മാ ഹഖറല്ലാഹു മിനദ് ദുനിയ വ അർബാബിഹ. നാദിമ് ഇവിടെ മുൻകാലത്ത് ഈ ദുനിയാവിലെ ആളുകൾക്ക് വേണ്ടി സേവനം ചെയ്യുകയും അവർക്ക് വേണ്ടി കവിത രചിക്കുകയും ചെയ്തതു കാരണമായി തുടർന്നു വന്ന കളവ്, ബാത്തില്, അതുപോലെ തന്നെ അള്ളാഹു നിസ്സാരമാക്കിയ ദുനിയാവിന്റെയും ദുനിയാവിന്റെ ആളുകളുടെയും ഒക്കെ ബഹുമാനിക്കൽ, ഇതെല്ലാം കൊണ്ട് നാദിമ് തന്റെ കഴുത്തിൽ മാല ചാർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നാദിം ഇങ്ങനെ പറയുന്നത്. അത്രയും ഒരു പ്രയാസം മുമ്പ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടണം ഈ മദ്ഹ് കൊണ്ട് എന്നർത്ഥം. ഖദംതുഹു ബിമദീഹിൻ അസ്തഖീലു ബിഹി എന്ന ഈ ബൈത്ത് മുതൽ വലം ഉരിദ് സഹറത ദുനിയല്ലത്തി ഖതഫത്
യദാ സുഹൈദിൻ ബിമാ അസ്നാ അലാ ഹരിമി എന്നതുവരെയുള്ള ബൈത്തുകൾ അതിൻ്റെ ഖാസിയത്തായിട്ട് പറയുന്നത് ലിൽ മൽസൂഇ തേളിന്റെ കുത്ത് ഏറ്റ ഒരു വ്യക്തി തുക്തബു ഇവയെ എഴുതപ്പെടണം ബി മാഇൽ മതരി വൽ വർദി മഴവെള്ളം കൊണ്ടും പനനീര് വെള്ളം കൊണ്ടും എഴുതപ്പെടുക. എന്നിട്ട് തുംഹ അതിനെ മായ്ക്കപ്പെടണം വയശ്റബുഹ ഈ തേളിന്റെ കുത്തേറ്റവൻ അതിനെ കുടിക്കുകയും ചെയ്യണം. ഫഇന്നഹ തസൂലു സരിഅ അങ്ങനെ തേളിന്റെ കുത്തേറ്റു അവനക്ക് ഏൽക്കേണ്ടി വന്ന ആ വിഷം ആ പ്രയാസം വളരെ വേഗത്തിൽ നീങ്ങിപ്പോകും ബിഇദ്നില്ലാഹി തആല. ബാജൂരി 74. قطعت غي الصبا في الحالتين وما حصلت إلا على الآثام والندم. മേൽ പറയപ്പെട്ട രണ്ടു ഘട്ടങ്ങളിലും യുവത്വത്തിന്റെയും ബാല്യകാലത്തിന്റെയും വഴികേടിന് ഞാൻ വഴങ്ങിപ്പോയി. വമാ ഹസൽതു ഇല്ലാ അലൽ ആസാമി വന്നദമി ഇവ കൊണ്ട് കുറ്റങ്ങളും ഖേദവുമല്ലാതെ ഞാൻ വേറെ യാതൊന്നും സമ്പാദിച്ചിട്ടില്ല. അത്തഴത്തു എന്നുള്ളത് ഫിഇല് ളമീർ ഫാഇലാണ്. ഗയ്യ ബി ഫതഹിൽ ഗൈനിൽ മുഅ്ജമത്തി അത് മഫ്ഊലും ബിഹിയാണ് അത്തഴത്തുന്റെ. അസ്സിബ എന്നുള്ളത് മുളാഫുൻ ഇലൈഹിയാണ്. ഫിൽ ഹാലത്തൈനി എന്നുള്ളത് ജാറു മജ്റൂർ മുതഅല്ലഖ് അത്തഴത്തു. വമാ ഹസൽതു എന്നുള്ള മാ അത് ഹർഫ് നഫിയാണ്. ഹസൽതു ഫിഇല് ളമീർ ഫാഇൽ. ഇല്ലാ ഹർഫ് ഇസ്തിസ്ന എന്ന് പറഞ്ഞാൽ ഇല്ലാ ഹർഫു ഈജാബാണ് എന്നർത്ഥം. മഅന മുസ്ബത്തായിട്ട് വരും. അലൽ ആസാമി ജാറു മജ്റൂർ മുതഅല്ലഖ് ഹസൽതു. വന്നദമി വാവ് ആതിഫാണ്. അന്നദമി നൂനിന് ഫത്ഹ് കൊണ്ട് ദാലിനും ഫത്ഹ് കൊണ്ട് ആസാമിന്റെ മേൽ അത്ഫാണ്. അത്തഴത്തു ഗയ്യസിബ എന്ന് പറയുന്ന ബയ്യന ബിഹാദൽ ബൈത്തി ഈ ബൈത്ത് കൊണ്ട് നാദിമ് വ്യക്തമാക്കുന്നു സബബ കൗനി ശിഅരി വൽ ഖദമി തൻ്റെ കവിതയും ദുനിയാവിലെ ആളുകളെ സംബന്ധിച്ചുള്ള കവിതയും അവർക്ക് വേണ്ടിയുള്ള സേവനവും ആയി ഖല്ലദാഹുൽ ആസാമ കുറ്റങ്ങളെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ആഭരണം അണിയിച്ചു. അതിന്റെ കാരണം വ്യക്തമാക്കുകയാണ്. അല്ലത്തി എങ്ങനെയുള്ള കുറ്റങ്ങളാണ് തുഖ്ഷ അവാഖിബുഹ അവയുടെ അന്തിമ നാശം ഭയപ്പെടേണ്ടതാണ്. വദാലിക സബബു ഈ കാരണം എന്നുള്ളത് ഹുവ ഇതാഅത്തു ഗയ്യിസ്സിബ കുട്ടിപ്രായത്തിലുള്ള ആ വഴികേടത്തരത്തിന് ഞാൻ വഴിപ്പെട്ടു എന്നുള്ളതാണ്. വൽ ഗയ്യു ളിദ്ദുൽ ഹുദ സന്മാർഗത്തിന് എതിരാണ് ഗയ്യ്. വഉദീഫ ലിസ്സിബ ഇവിടെ ഈ ഗയ്യിനെ സിബയിലേക്ക് ചേർത്തി പറഞ്ഞത് ലി അന്നഹു യദഉ ഇലൈഹി കുട്ടിപ്രായം എന്നുള്ളത് ഈ നാശത്തിലെ വഴികേടത്തരത്തിലേക്ക് ക്ഷണിക്കുന്ന കാര്യമാണ്. കാരണം ഫഇന്നഹു സമനുൽ ജഹലി വൽ ബതാലത്തി വിവരക്കേടിന്റെയും യാതൊരു പ്രതിഫലവുമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഫിൽ ഹാലത്തൈനി എന്ന് പറഞ്ഞാൽ ഈ ഹാലത്തൈ ശിഅരി വൽ ഖദമി
ഈ നാട്ടുപ്രമാണികൾക്കും രാജാക്കൾക്കും വേണ്ടിയുള്ള സേവനത്തിന്റെയും അവരെ പുകഴ്ത്തിയിട്ടുള്ള കവിതയുടെയും രണ്ടവസ്ഥയിൽ വമാ ഹസൽതു ഇല്ലാ അലൽ ആസാമി വന്നതമി വമാ ഹസൽതു മിൻഹുമാ, ഇത് രണ്ടിനാലും ഞാൻ കരസ്ഥമാക്കിയിട്ടില്ല ഇല്ലാ അലൽ ആസാമില്ലത്തി സദറത്ത് മിന്നി, അവർ എന്നിൽ നിന്ന് ഉണ്ടായ കുറ്റങ്ങളുടെ മേലല്ലാതെ, വഅലൻ നദമി അലാ തിൽക്കൽ ആസാമി, ആ കുറ്റങ്ങളുടെ മേലുള്ള ഖേദത്തിന്റെ മേലുമല്ലാതെ ഒന്നും ഞാൻ കരസ്ഥമാക്കിയിട്ടില്ല. ഫയാ ഖസാറത നഫ്സിൻ ഫീ തിജാറതിഹാ ലം തസ്തരി ദീന ബിദ്ദുനിയാ വലം തസുമി, സ്വന്തം കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ച ആത്മാവെ, ഹോ എന്തൊരു കഷ്ടമാണ്, എന്തൊരു അത്ഭുതമാണ്. ലം തസ്തരി ദീന ബിദ്ദുനിയാ, ഈ ദുനിയാവ് കൊടുത്ത് നീ ദീനിനെ വിലക്ക് വാങ്ങിയില്ലല്ലോ. വലം തസ്മി, പോട്ടെ ഒന്ന് വില പറഞ്ഞു നോക്കുക പോലും നീ ചെയ്തില്ലല്ലോ. ഫയാ ഖസാറത, ഇവിടെ യാ ഹർഫു നിദാ ആണ്. ഖസാറത്ത നഫ്സിൻ, ഖസാറത്ത എന്നുള്ളത് മുനാദ മുളാഫ്, നഫ്സിൻ എന്നുള്ളത് മുളാഫുൻ ഇലൈഹിയാണ്. അലാ തരീഖി തഅജ്ജുബി, ഇവിടെ തഅജ്ജുബിന്റെ മാർഗത്തിന്റെ മേലുള്ള മുനാദയാണ്. ഐ മാ അഖ്സറ നഫ്സൻ ഫീ തിജാറത്തിഹാ, ഈ ആത്മാവിനെ അതിന്റെ കച്ചവടത്തിൽ ഇത്ര പരാജയമുള്ളതാക്കിയ കാര്യം എന്താണ്, അത്ഭുതം തന്നെ. ഫീ തിജാറത്തിഹാ ജാറു മജ്റൂർ മുളാഫുഹാ മുളാഫുൻ ഇലൈഹി മുതഅല്ലഖ് ബി ഖസാറത്തിഹാ. ലം തസ്തരി, ലം അർഫ് ജാസിം, തസ്തരി ഫീല് മജ്സൂം ളമീർ ഫായില്, അത് നഅത്താണ്, നഫ്സിനുക്ക് നഫ്സ് സിഫത്താണ് ജുംല. അദ്ദീന എന്നുള്ളത് ബികസ്രി ദാലിൽ മുഹ്മല, ഈ ദാലിന് കസർ കൊണ്ട് മഫ്ഊല് തസ്തരിയാണ്. തസ്തരി എന്ന ഫീൽ ളമീർ ഫായിലിന്റെ മഫ്ഊല. ബിദ്ദുനിയാ ജാറു മജ്റൂർ മുതഅല്ലഖ് തസ്തരി. വലം തസുമി, വാവ് ആതിഫ്, ലം അർഫ് ജാസിം, തസും ഫീല് ളമീർ ഫായില് ജുംല മഅ്തൂഫുൻ അലൈഹി ലം തസ്തരി എന്നുള്ള ആ ജുംല. ഹാദൽ ബൈതു തഹ്ഖീഖുൻ ലിന്നദമി, ഫയാ ഖസാറത്ത എന്ന ഈ ബൈത്ത് അവന്റെ ആ ഖേദത്തെ ഒന്ന് ഉറപ്പിക്കലാണ്. വതബ്കീതുൽ ലിന്നഫ്സി, അവന്റെ ആ ആത്മാവിനെ മുഖം കുത്തിക്കലുമാണ്. ലിഅന്ന ഫീഹി നിദാഅൻ അലൈഹാ ബിൽ ഖസാറത്തി ഫീ തിജാറത്തിഹാ, കാരണം ഇതില് ആ നഫ്സിന്റെ മേൽ, നഫ്സിന്റെ കച്ചവടത്തിൽ പരാജയം സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു വിളിച്ചു പറയലുണ്ട്. ഫകഅന്നഹു ഖാല യാ ഖസാറത നഫ്സിൻ മൗസൂഫത്തിൻ ബിമാ ദുകിറ, ഈ മേൽ പറയപ്പെട്ടത് കൊണ്ട് വിശേഷണം പറയപ്പെട്ട ഈ ആത്മാവിന്റെ പരാജയമേ, ഉഹ്ലുരി ഫഹാദ അവാനുക്കി, നീ ഇവിടെ ഒന്ന് ഹാജറാക്, ഇത് നിന്റെ സമയമാണ്. അപ്പൊ ഇതൊരു തഅജ്ജുബിന്റെ മഅനയിലുള്ള നിദാ ആണ്. ഐ മാ അഖ്സറഹ എന്നാണ് അതിന്റെ അർത്ഥം. ഈ നഫ്സിനെ ഇത്ര പരാജയമുളവാക്കിയത് എന്താണ്. വനിദാഉൽ ഖസാറത്തി ലിത്തലഹുഫി വത്തഹസ്സുരി, ഖസാറത്തിനെ, പരാജയത്തെ വിളിക്കുന്നത് അത് തലഹുഫിന് വേണ്ടിയാണ്, ഒരു സങ്കടം ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. ഫീ തിജാറത്തിഹ, ആ നഫ്സിന്റെ കച്ചവടത്തിൽ. കച്ചവടം എന്ന് പറഞ്ഞാൽ അസലില് തലബുർ റിബിഹി ബിൽ ബൈഇ വശറാഇ
വാങ്ങലും വിൽക്കലും നടത്തിയിട്ട് ലാഭം തേടുക എന്നുള്ളതാണ്. ഇവിടെ ഒരു മജാസായിട്ടുള്ള പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. ഫീ എന്നുള്ളതിന്റെ മുത്തഅല്ലിഖ് പറഞ്ഞല്ലോ ഖസാറത്താണ്. ലം തഷ്തരി, ആ നഫ്സ് വാങ്ങിയില്ല, അദ്ദീന ബിദ്ദുന്യാ ഐ ലം തഖുദുഹു ബദലഹ, ദുന്യാവിന് പകരം ദീനിനെ അത് സ്വീകരിച്ചില്ല, പിടിച്ചില്ല. ദുന്യാവിനെ ഒഴിവാക്കിയിട്ട് ദീനിനെ പകരം മേടിക്കേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരു കുട്ടിനെ ആദ്യമായിട്ട് പഠിപ്പിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞത് റസൂലുള്ളാഹിയിലൂടെ മാത്രമേ അല്ലാഹു തആലയെ അറിയാൻ കഴിയുകയുള്ളൂ. കാരണം നമ്മുടെ ബസർ എത്തിക്കാത്തതാണ് അല്ലാഹു. അത് പരിചയപ്പെടുത്തി തരാൻ ഉതകുന്ന കാര്യങ്ങളുമായി ഒരാൾ പറയുമ്പോൾ മാത്രമാണ് ഈ ആളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയാനും മനസ്സിലാക്കാനും അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്. പ്രവാചകന്മാരെ നിയോഗിക്കുന്നതിന്റെ മുമ്പ് ഒരാളെയും നാം ശിക്ഷിക്കുകയില്ല എന്ന് അല്ലാഹു പറഞ്ഞതും ആ അടിസ്ഥാനത്തിലാണ്. കാരണം അല്ലാഹു തആലയെ അറിയാൻ സാധാരണഗതിയിൽ ഒരു മനുഷ്യനുക്ക് പ്രവാചകന്മാരുടെ വായിലൂടെ ലഭിക്കുന്ന ആ ഒരു സന്ദേശം മുഖേനയല്ലാതെ മാർഗം ഇല്ല. ഇതൊരു വസ്തുതയാണല്ലോ. അതുകൊണ്ടാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു കുട്ടിക്ക് പരിചയപ്പെടുത്തണം എന്ന് പറയുന്നത്. റസൂല് ആരാണ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ അതിലൂടെ അല്ലാഹു തആലയെയും പരിചയപ്പെടുത്തൽ വരും. മാത്രവുമല്ല, മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ പഠിപ്പിക്കൽ ഇതുമാത്രമല്ല, വൽ ഹാസിലു യജിബു അലൽ ആബാഇ വൽ ഉമ്മഹാത്തി അൻ യുഅല്ലിമു അബ്നാഅഹും ജമീഅ മാ യജിബു അലൽ മുകല്ലഫി മഅരിഫത്തുഹുന. പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ ഒരു മനുഷ്യന്റെ മേൽ നിർബന്ധമായ കാര്യങ്ങൾ മുഴുവനും, അവൻക്കറിയാൻ നിർബന്ധമായ കാര്യങ്ങൾ മുഴുവനും മക്കളെ പഠിപ്പിക്കണം. കൈ യർസഖൽ ഈമാനു ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഈമാൻ ഉറക്കാൻ വേണ്ടിയും വയഅതാദു തആത്തി, താഅത്തുകൾ പതിവായി നിർവഹിക്കാൻ വേണ്ടിയും കതഅലീമിഹിം മാ യജിബു ലി മൗലാന അസ്സ വജല്ല വമാ യസ്തഹിലു വമാ യജൂസു, അല്ലാഹുക്ക് വാജിബ്, മുഹാല്, ജായിസ് ആയ സിഫത്തുകൾ ഉണ്ടല്ലോ, അതൊക്കെ പഠിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അല്ലാതെ കേവലം റസൂലുള്ളാഹിനെ പറ്റി മാത്രമൊന്നല്ല. ഫത്തുൽ മുഈനിൽ അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം പറഞ്ഞു എന്ന് മാത്രം. അതാണ് നമ്മുടെ ജവഹറത്ത് തൗഹീദിലും ആ പറഞ്ഞിട്ടുള്ളത്. അതൊരു മനുഷ്യന് അറിയൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം മാതാപിതാക്കള്. മറ്റുള്ളവർ അത് പഠിച്ചിട്ടും അറിയണം. അള്ളാഹിന്റെ സിഫത്തുകൾ പ്രായപൂർത്തി എത്തിയ ഒരാള് അതിനെ പഠിക്കലും അറിയലും നിർബന്ധമാണ് എന്ന് ഇതേ ജവഹറത്ത് തൗഹീദിന്റെ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് തമ്മിൽ വൈരുദ്ധ്യമൊന്നുമില്ല. മുളാഫിന് ഇലൈഹിനെ അറിയാതെ മുളാഫിനെ അറിയില്ല എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഭൗതികമായ ചില കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിലയിരുത്തുമ്പോൾ അത് ശരിയാണ്. പക്ഷെ അള്ളാഹു തആലയിലേക്ക് നോക്കുമ്പോൾ ആദ്യം അള്ളാഹിനെ അറിയുക എന്നുള്ളത് സാധാരണഗതിയിൽ അതൊരു പ്രയാസമുള്ള കാര്യമായതുകൊണ്ടാണ് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. അല്ലാഹു അഅലം ബിസ്സവാബ്. വമൻ യബിഉ ആജിലൻ മിൻഹു ബിആജിലിഹി യബില്ലഹുൽ ഗബ്നു ഫീ ബൈഇൻ വഫീ സലമി. പരലോകം നഷ്ടപ്പെടുത്തി ഇഹലോകം വാങ്ങുന്നവൻ തന്റെ വ്യാപാരത്തിലും ഇടപാടിലും നഷ്ടം സംഭവിച്ചിരിക്കുന്നു. പരലോകം നഷ്ടപ്പെടുത്തി ഇഹലോകം വാങ്ങുന്നവന് തന്റെ വ്യാപാരത്തിലും ഇടപാടിലും നഷ്ടം സംഭവിച്ചിരിക്കുന്നു.
വമൻ എന്നുള്ളത് ഇസ്മു ഷർത്ത് മുബ്ത ജാസിമാണ്. യബിഉ ഫിഅ്ലു മജ്സൂം ളമീർ ഫായില് ജുംല ഈ മൂത്താന്റെ ഖബർ. ആജിലൻ എന്നുള്ളത് മഫ്ഊലാണ്. മിൻഹു ജാറു മജ്റൂർ മുതഅല്ലഖ് ജാറു മജ്റൂർ സിഫത്താണ്. മിൻഹു ആജിലൻ എന്നുള്ളതിന് സിഫത്താണ്. ബി ആജിലിഹി ജാറു മജ്റൂർ മുതഅല്ലഖ് യബീഉ യബീഉ. യബിൻ യബിൻ എന്നുള്ളത് ഫിഅ്ല് മജ്സൂം ളമീർ ഫായില് ജവാബ ഷർത്തിന്റെ ജവാബാണ്. ലഹു ജാറു മജ്റൂർ. യബിൻ എന്നുള്ളത് ഫിഅ്ല് അൽ ഗബ്നു ഫായിൽ ജുംല ജവാബ്. ലഹു എന്നുള്ളത് ജാറു മജ്റൂർ മുതഅല്ലഖ് യബിൻ എന്നുള്ളതിനോട്. ഫീ ബൈഇൻ ജാറു മജ്റൂർ മുതഅല്ലഖ് ഗബ്ന്. വഫീ സലമി വാവ് ആതിഫ്. ഫീ സലമി ജാറു മജ്റൂർ മഅതൂഫ് മഅതൂഫുൻ അലൈഹി ബൈഇ ഫീ ബൈഇ. ആജിലൻ എന്ന് പറഞ്ഞാൽ അംറൻ ആതിയൻ വറാദ ബിഹി അൽ ആഖിറത്തുൽ ബാഖിയത. വരാൻ പോകുന്ന ഒരു കാര്യം എന്നാണ് ആജിലിന്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നെന്നും അവശേഷിക്കുന്ന ആഖിറൻ എന്നാണ്. മിൻഹു എന്ന് പറഞ്ഞാൽ അവിടെ ഐ ലഹു എന്നാണ് അർത്ഥം. ളമീർ മടങ്ങുന്നത് ആ മെന്നു കൊള്ളയാണ്. അപ്പോ ആ ലഹു എന്ന് പറഞ്ഞാൽ ആ ആഖിറത്തിന് അവൻക്കുള്ള ആഖിറത്തിന് അവൻ ദുന്യാവിലേക്ക് വിറ്റു. ബി ആജിലിഹി. ആജിൽ കൊണ്ട് ഇവിടെ ഉദ്ദേശം അറാദ ബിഹി ദുന്യൽ ഫാനിയത്ത. ആജിലി എന്ന് പറഞ്ഞാൽ നശിക്കുന്ന ദുനിയാവ് എന്നാ ഉദ്ദേശിച്ചത്. അപ്പോ ബി അന്ന അഖ്ദൽ ആജിലി വ തർക്കൽ ആജിലി. ദുന്യാവിനെ സ്വീകരിക്കുകയും ആഖിറത്തിനെ ഉപേക്ഷിക്കുകയും ചെയ്യുക, അത് അവൻക്ക് അതിൽ വലിയ നഷ്ടം സംഭവിക്കുന്നതാണ്. യബിൻ എന്ന് പറഞ്ഞാൽ യൽഹർ ലഹുൽ ഗബ്നു, അവനക്ക് നഷ്ടം വ്യക്തമാകുന്നതാണ്. ഗബ്ന് നഖ്സ് ഖസാറത്ത്, പരാജയം, നഷ്ടം. ഫീ ബൈഇൻ ബൈഇ കച്ചവടത്തിലും. വഫി സലമി ഫീ സലമി എന്ന് പറഞ്ഞാൽ സലം എന്ന് പറഞ്ഞാൽ നൗഉ മിനൽ ബൈഇൽ ഖിദാഇ, ചതി വരാൻ ഇടയുള്ള ഒരു ഇനം കച്ചവടമാണ്. ദിമ്മത്തിൽ വസ്തു പറഞ്ഞുകൊണ്ടുള്ള കച്ചവടമാണല്ലോ അത്. അപ്പൊ ഏത് നിലക്കാണെങ്കിലും അവന്റെ വ്യാപാര ഇടപാടിലൊക്കെ അവർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നർത്ഥം. ആതി ദംബൻ ഫമാ അഹദി ബിമുൻതഖിദി മിനൻ നബിയ്യി വലാ ഹബ്ലി ബിമുൻസരിമി. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള കരാറ് ലംഘിച്ചു കൊണ്ടല്ല. വലാ ഹബ്ലി ബിമുൻസരിമി, അവിടുന്നുമായി എന്നെ ബന്ധിപ്പിച്ചിരിക്കുന്ന, ഞാൻ പിടിച്ചിരിക്കുന്ന കയറ് മുറിഞ്ഞിട്ടുമില്ല തന്നെ. ഇൻ ആത്തി, ഇന്ന് ഹർഫ് ഷർത്താണ്. ഇവിടെ ആത്തി എന്നുള്ളത് ഷർത്തിന്റെ ഫിഅ്ല്, അത് മജ്സൂമാണ് അവസാനം കളയൽ കൊണ്ട്. അഫ്അൽ എന്നർത്ഥം. ഞാൻ ചെയ്താൽ, ദംബൻ ഐ ജറമൻ, ബഅദമാ തഖദ്ദമ മിൻ തൗബതി ബിൻ നദമി അല അശ്ശിഅരി വൽ ഖദമി സാബിഖൈൻ വഗൈരിഹിമാ മിനൽ മആസി. മുമ്പ് പറഞ്ഞു പോയ
ആ രണ്ട് തെറ്റുണ്ട്. ഒന്ന്, ദുനിയാവിലെ ആളുകളെ സംബന്ധിച്ചുള്ള ഇല്ലാത്ത മദ്ഹുകളൊക്കെ പറഞ്ഞ് കവിത രചിക്കലും പാടലും, അതുപോലെ തന്നെ ദുനിയാവിലെ നേതാക്കൾക്ക് വേണ്ടി സേവനം ചെയ്യുക, രാജാക്കൾക്ക് വേണ്ടി സേവനം ചെയ്യുക, കൂടാതെയുള്ള മറ്റു തെറ്റുകൾ. ഇതിന്റെ പേരിലെല്ലാം ഖേദിച്ചുകൊണ്ട് തൗബ ചെയ്തു എന്നതിന്റെ ശേഷവും എന്നിൽ നിന്ന് തെറ്റ് സംഭവിച്ചാൽ ഫമാ അഹദി ഐഫലൈസ, ഇവിടെ ഫാ ജവാബി കൊടുത്തതാണ്, വൽ ഫാഉ റാബിത്തത്തു ലിൽ ജവാബി എന്നാണ്, ജവാബി കൊടുത്തതാണ്. ഫമാ അഹദി ഐ മീസാഖി ബി മുന്തഖിദി ഐ കുല്ലു അംരിൻ ശഅനുഹു അൻ യുറാഇയ വ യുഹാഫള അലൈഹി വഅറാദ ബിഹി അഹദൽ ഈമാനി വൽ ഇസ്ലാം. ഇവിടെ മീസാഖ് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കപ്പെടേണ്ട ഏതു കാര്യങ്ങളും എന്നുള്ളതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമാകുന്ന, ഈമാനാകുന്ന ആ ഒരു കരാർ. ആ കരാറ് എന്റെ ആ കരാറല്ല ബി മുന്തഖിദിനായി ബാത്തിലിൻ, അത് മുറിഞ്ഞതല്ല. അപ്പോ ഞാൻ അങ്ങനെ പിന്നെയും തെറ്റ് സംഭവിച്ചു എന്നതിന്റെ പേരിൽ നിബിധങ്ങളുമായിട്ടുള്ള എന്റെ ആ കരാറ് അതുകൊണ്ട് മുറിയുകയില്ല എന്നർത്ഥം. വലാ ഹബിലി മിനൻ നബിയ്യി സയ്യിദന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി വലാ ഹബിലി ഐ വസ്ലി ബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുമായിട്ടുള്ള എന്റെ ആ ചേരൽ ഈ മുൻസരിമിൻ മുൻഖത്തിഇൻ, അതും മുറിഞ്ഞതല്ല. അലി കമാലി മഹബത്തി ലഹു, റസൂലുള്ളാഹിനോടുള്ള എന്റെ പൂർണ്ണമായ മഹബത്തിന് വേണ്ടി, വഖുവ്വത്തി റജാഇ ഫിഹി, റസൂലുള്ളാഹിയിലുള്ള എന്റെ ആ ശക്തമായ ആഗ്രഹം, പ്രതീക്ഷ, വഇൻകാന ദംബു ശഅനുഹു ഖത്ഉൽ മവദ്ദത്തി വസവാലുൽ മഹബത്തി, ഒരു തെറ്റിന്റെ ശരിയായ അവസ്ഥ, കാര്യം എന്ന് പറയുന്നത് അത് സ്നേഹത്തെയും ഇഷ്ടത്തെയും ഒക്കെ മുറിക്കലും നീക്കിക്കളയലുമാണ്. കാരണം അന്നമൻ അസാക ഫഖദ് ആദാക, അനക്ക് എതിര് പ്രവർത്തിക്കുന്നവൻ എന്നോട് ശത്രുത വെച്ചു പുലർത്തി എന്നാണ് ഒരു പൊതു നിയമം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞാന് റസൂലുള്ളാഹിനോട് അങ്ങേയറ്റത്തെ മഹബത്തുള്ള ഈ ഘട്ടത്തിലും എന്നിൽ നിന്ന് വല്ല തെറ്റുകളും സംഭവിക്കുന്നത് നബിതങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധവും ചേരലും മുറിക്കലല്ല. ഞാൻ റസൂലുള്ളാഹി തങ്ങൾ അഫ്വ് ചെയ്യും എന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. അതിവിടെ മുറിയുന്നില്ല എന്റെ ആ ബന്ധം എന്നാണ് നാദിമ് ഇവിടെ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഹാദൽ ബൈത്തു തൈനീസുൽ ലിന്നഫ്സി വതറജ്ജിൽ ലഹാ ഫീ റഹ്മത്തില്ലാഹി തആല, ഈ ബൈത്ത് എന്ന് പറയുന്നത് നഫ്സിനെ നേരം പോക്കാക്കലും അള്ളാന്റെ റഹ്മത്തിൽ ആഗ്രഹം ജനിപ്പിക്കലും ആണ്, പ്രതീക്ഷ വെപ്പിക്കലുമാണ് ഈ ബൈത്ത് കൊണ്ടുള്ള ലക്ഷ്യം. ഇന്നാത്തി ദമ്പൻ എന്ന് പറയുന്ന ബൈത്ത് കൊണ്ടുള്ള ലക്ഷ്യം എന്ന് ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഫഇന്നലി സിമ്മത്തൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിസ്സിമമി, എന്റെ പേര് മുഹമ്മദ് എന്നായതിനാൽ തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി എനിക്കൊരു കരാറുണ്ട്, ഒരു ആദരവുണ്ട്. പടപ്പുകളിൽ ഏറ്റവും നന്നായി കരാർ പാലിക്കുന്നവരാണ് അവിടുന്ന്. അപ്പൊ അതുകൊണ്ട് എന്റെ പേരും റസൂലുള്ളാഹിന്റെ പേരുമായിട്ട് യോജിച്ചു വന്നതുകൊണ്ട് അത്തരം പേരുകൾ യോജിച്ചു വന്നവർക്ക് രക്ഷയുണ്ട് എന്ന ആ ഒരു പ്രതീക്ഷയുമാണ് ഇവിടെ നാദിമ് വെച്ചു പുലർത്തുന്നത്. ഫഇന്നലി ഐ മിൻ അജലി അഹദി വ ഹബിലിയൽ മദ്കൂറൈനി സിമ്മത്തൻ മിൻഹു, ഒരു ആദരവുണ്ട്. മിൻഹു മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ മുതഅല്ലിഖ് ദിമ്മത്താണ്. ബി തസ്മിയത്തി ഐ മിൻ അജലി അൻ സുമ്മീതു മുഹമ്മദ ഐ വാഫഖ തസ്മിയത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പേര് റസൂലുള്ളാഹിന്റെ ആ പേര് പറയലിനോട് യോജിച്ചിട്ടുണ്ട്.
അപ്പൊ ഈ തെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് അത് ഈ പേരിന്റെ ആ പേര് പറയലിനെ മുറിക്കുകയില്ല. അതിന്റെ മേൽ തറത്തുപായി വരുന്ന കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യൂല. മൻ തസമ്മ ബിസ്മിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ പേര് കൊണ്ട് പേര് പറഞ്ഞവർക്കുള്ള ശ്രേഷ്ഠത വിവരിക്കുന്നുണ്ടല്ലോ. യൂഖഫു അബ്ദായിന ബൈന യദയില്ലാഹി അസ്സ വജല്ല ഫയഉമുറു ബിഹിമാ ഇലൽ ജന്നത്തി. രണ്ടു മനുഷ്യന്മാരെ അള്ളാഹിന്റെ മുന്നിൽ നിർത്തപ്പെടും, അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കുകയും ചെയ്യും. വയഖൂലാനി റബ്ബന ബിമസ്തഹ്ലന അൽ ജന്നത്ത, ഞങ്ങൾ സ്വർഗത്തിലേക്ക് എങ്ങനെ അർഹരായി. വലം നഅമൽ അമലൻ യുജാസീനൽ ജന്ന, സ്വർഗം പ്രതിഫലം ലഭിക്കാനുള്ള അമലും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഫയഖൂലുല്ലാഹു തആല ഉദ്ഖുലൽ ജന്നത്ത, നിങ്ങൾ സ്വർഗത്തിൽ കടന്നോളൂ എന്ന് അള്ളാഹ് പറയും അവരോട്. ഫഇന്നി ആലിതു അലാ നഫ്സി അല്ലാ യദ്ഖുലൻ നാറ മൻ ഇസ്മുഹു അഹ്മദ് വലാ മുഹമ്മദ്, ഞാൻ എൻ്റെ നഫ്സിന്റെ മേൽ തീരുമാനമെടുത്തതാണ്, ഒരുത്തന്റെ പേര് അഹമ്മദ് എന്നോ മുഹമ്മദോ എന്നാണെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല, അങ്ങനത്തെ നരകത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ തീരുമാനമെടുത്തതാണ്. ഫൈദുൽ ഖദീറില് ഈ ഹദീസ് 7932 നമ്പറായി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി ഹദീസുകളുണ്ട്. അപ്പൊ ഈ ഒരു പ്രതീക്ഷയാണ് ഇവിടെ നാദിമ് പ്രകടമാക്കുന്നത്. മറ്റൊരു ഹദീസിലുള്ളത് വഅൻ ജഅഫർ ബിൻ മുഹമ്മദ് ഇദാ കാന യൗമുൽ ഖിയാമത്തി നാദാ മുനാദിൻ, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും, അലാ ലിയഖും മൻ ഇസ്മുഹു മുഹമ്മദ്, പേര് മുഹമ്മദായ ഒരുത്തൻ എഴുന്നേൽക്കട്ടെ, ഫയദ്ഖുലുൽ ജന്നത്ത, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ, കറാമത്തൽ ലിസ്മിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ആ പേരിനോടുള്ള ആദരവായിക്കൊണ്ട്. വഫീ ലഫ്ദിൻ ആഖറ യുനാദി യൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും, യാ മുഹമ്മദു എന്ന്. ഫയർഫഉ റൗസഹു ഫിൽ മൗഖിഫി, അപ്പോ ഖിയാമത്ത് നാളിൽ ആളുകൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ മുഹമ്മദ് തന്റെ തലയെ ഉയർത്തും. ഫയഖൂലുല്ലാഹു അസ്സ വജല്ല, ആ സമയത്ത് അള്ളാഹു പറയും, ഉഷ്ഹിദുക്കും, നിങ്ങളെ ഞാൻ സാക്ഷി നിർത്തുന്നു, അന്നീ ഖദ് ഗഫർതു ലികുല്ലി മൻ ഇസ്മുഹു അല ഇസ്മി മുഹമ്മദ്, ഞാൻ മുഹമ്മദ് എന്ന് പേരുള്ള എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് നിങ്ങളെ ഞാൻ സാക്ഷിയാക്കുന്നു എന്ന് അള്ളാഹു പറയുമെന്ന. വഅൻ അബി ഉമാമത്ത മൻ വലിദ ലഹു മൗലൂദൻ, ഒരാൾക്കൊരു കുട്ടി ജനിച്ചു, ഫസമ്മാഹു മുഹമ്മദ്, അവനക്ക് മുഹമ്മദ് എന്ന് അവൻ പേര് വെച്ചു, തബറുക്കൻ, ബറക്കത്തിന് വേണ്ടിയിട്ട്, റസൂലുള്ളാഹിന്റെ ആ ബറക്കത്ത് ലഭിക്കണം എന്ന ആ ഉദ്ദേശത്തിൽ. എന്ന കാന ഹുവാവ മൗലൂദുഹു ഫിൽ ജന്ന, അവനും അവന്റെ കുട്ടിയും സ്വർഗത്തിലാവും എന്നാണ്. മറ്റൊരു ഹദീസിൽ അലി ഇബ്നു അബി താലിബ് തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നത്, മാമിൻ മായിദത്തിൻ ഉളിഅത്ത് ഫഹദറ അലൈഹ, ഏതൊരു ഭക്ഷണ സുപ്രയും അതിനെ വെക്കപ്പെട്ടു, അവിടെ മൻ ഇസ്മുഹു അഹമ്മദ് ഔ മുഹമ്മദ്, മുഹമ്മദ് എന്നോ അഹമ്മദ് എന്നോ പേരുള്ള ഒരാൾ ആ സുപ്രന്റെ മേൽ ഹാജരായി ഭക്ഷണം കഴിക്കാൻ, എങ്കിലില്ല ഖദ്ദസല്ലാഹു ദാലിക്കൽ മൻസില മർറത്തൈനി, അല്ലാഹു തആല ആ വീടിനെ 2 വട്ടം പരിശുദ്ധമാക്കും എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. വബിൽ ജുംലത്തി ഫതസ്മിയത്തു ബിസ്മിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംറുൻ മൻദൂബുൻ, മൊത്തത്തിൽ പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ പേര് കൊണ്ട് പേര് വെക്കുക എന്നുള്ളത് ഒരു സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. ബാജൂരി 74, 75, 76, 77
പേജുകളിൽ അതിൻ്റെ ഹാമിഷ് ഖാലിദുൽ അസ്ഹർ അടക്കം, അതുപോലെ തന്നെ അസീദത്തു ശുഹദ, അതേ പ്രകാരം അസ്സുഖ്റു വൽ ഉദ്ദ, അതുപോലെ തന്നെ അൽ ഉംദത്തു ഫി ശർഹിൽ ബുർദ എന്നീ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഈ വിശദീകരണങ്ങളെല്ലാം നൽകിയിട്ടുള്ളത്.